കശുവണ്ടി മേഖല പുനരുജ്ജീവന ഫണ്ടിനായി 30 കോടി രൂപ അനുവദിക്കുന്നു. ഉൽപ്പാദന വൈവിധ്യവൽക്കരണത്തിന് 5 കോടി രൂപയും വകയിരുത്തുന്നു. സർ, സ്വകാര്യ മേഖലയിലെ കശുവണ്ടി തൊഴിലാളികൾക്ക് സ്ത്രീകൾക്ക് സൗഹൃദമായ തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കുന്ന പദ്ധതി 2 കോടി രൂപ വകയിരുത്തുന്നു. ചെറുകിട ഇടത്തരം കശുവണ്ടി ഫാക്ടറികളുടെ പുനരുജ്ജീവനത്തിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൻകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് വേണ്ടി 795.9 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 22 കോടി അധികമാണ്. കേരള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് 127.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, KSID വ്യവസായ പാർക്കുകൾ 11.5 കോടി രൂപ, വ്യവസായ വളർച്ചാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി 10.68 കോടി രൂപയും വകയിരുത്തുന്നു. സർ, ആഗോള നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഉള്ള കേന്ദ്രമായി കേരളത്തെ ഉയർത്താൻ വിഭാവനം ചെയ്യുന്ന പദ്ധതിക്കായി 22 കോടി രൂപ വകയിരുത്തുന്നു. കേരള കൺസ്ട്രക്ഷൻ കമ്പോണൻസ് ലിമിറ്റിനായി 4 കോടി രൂപ വകയിരുത്തുന്നു. MSMEകളെയും സ്റ്റാർട്ടപ്പുകളെയും സ്വയം പര്യാപ്തമാക്കാനും ശാക്തീകരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ പ്രത്യേക സഹായ പദ്ധതിക്ക് 9 കോടി രൂപ വകയിരുത്തുന്നു. പീഡിത വ്യവസായ പുനരുജ്ജീവനം എന്ന പുതിയ പദ്ധതിക്കായിട്ട് 4 കോടി രൂപ വകയിരുത്തുന്നു. സുസ്ഥിര വ്യവസായ പ്രോത്സാഹന പദ്ധതിക്കായി 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, ലൈഫ് സയൻസ് പാർക്കിന് 16 കോടി രൂപയും മെഡിക്കൽ ഡിവൈസസ് പാർക്കിന് 21.92 കോടി രൂപയും വകയിരുത്തിയിരിക്കുന്നു. സർ, കേരള റബ്ബർ ലിമിറ്റഡിന് 9 കോടി രൂപ വകയിരുത്തുന്നു. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 19.5 കോടി രൂപ, കിൻഫ്രയ്ക്ക് 346.31 കോടി രൂപയും വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 22 കോടി രൂപ അധികമാണ്. സർ, ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിലെ ജലവിതരണ പദ്ധതികൾക്ക് 9 കോടി രൂപ വകയിരുത്തുന്നു. കൊച്ചി പെട്രോ കെമിക്കൽ പാർക്കിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 30 കോടി രൂപ വകയിരുത്തുന്നു. സർ, പാലക്കാട് കിൻഫ്ര ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രിയൽ ടെക്സ്റ്റൈൽ പാർക്കിലെ 12.5 MLD ശേഷിയുള്ള ജലശുദ്ധീകരണ പ്ലാന്റും ജലവിതരണ പൈപ്പ് ലൈനും സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്കായി 65.5 കോടി രൂപ വകയിരുത്തുന്നു. കിൻഫ്ര മുഖേന കാക്കനാട് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന എക്സിബിഷൻ സെൻ്ററിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, നിർദ്ദിഷ്ട വിഴിഞ്ഞം വികസന മേഖലയിൽ ആരംഭിക്കുന്ന കൺവെൻഷൻ കം എക്സിബിഷൻ സെൻ്ററിനായി 20 കോടി രൂപ അനുവദിക്കുന്നു. സർ, കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായിട്ടുള്ള കൊച്ചി പാലക്കാട് ഹൈടെക് വ്യവസായ ഇടനാഴിക്ക് 200 കോടി രൂപ വകയിരുത്തുന്നു. സർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനത്തിനായി വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് ഉൾപ്പെടെ സമഗ്ര സാമ്പത്തിക പുനഃസംഘടനാ പദ്ധതിക്കായി 275.10 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് കീഴിൽ ഇലക്ട്രോണിക്സ് പാക്കേജ് ടെസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, കൊല്ലം ജില്ലയിൽ ഒരു പുതിയ വ്യവസായ ഫുഡ് പാർക്ക് ആരംഭിക്കുന്നതിനായി പ്രാരംഭമായി 5 കോടി രൂപ വകയിരുത്തുന്നു. ധാതു മേഖലയ്ക്കായി പ്രവർത്തനങ്ങൾക്കായി 7 കോടി രൂപ വകയിരുത്തുന്നു. വിവര സാങ്കേതികവിദ്യ. സർ, ഡിജിറ്റൽ വിപ്ലവത്തിൽ കേരളത്തെ ആഗോള നേതൃനിരയിലേക്ക് നയിക്കുക എന്നതാണ് പുതിയ IT നയത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം കൈവരിക്കുന്ന വിധം വിവര സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്കായി 517.64 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 10.5 കോടി രൂപ അധികമാണ്. IT മിഷന് 134.03 കോടി രൂപ വകയിരുത്തുന്നു. ഇത് 16.85 കോടി രൂപ മുൻവർഷത്തേക്കാൾ അധികമാണ്. സർ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾക്കായി 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തിൻ്റെ പുതിയ IT നയത്തിന് രൂപം നൽകുന്ന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പുതിയ നയത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും മറ്റ് IT അധിഷ്ഠിത വ്യവസായ പ്രവർത്തനങ്ങൾക്കായി മുൻവർഷത്തേക്കാളും 20 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. സർ, ട്രിപ്പിൾ ITMKയുടെ പ്രവർത്തനങ്ങൾക്കായി 16.95 കോടി രൂപ വകയിരുത്തുന്നു. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഫണ്ട് ഓഫ് ഫണ്ട്സിലേക്ക് 10 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. സർ, എമർജിംഗ് ടെക്നോളജി ഹബിൻ്റെ തുടർ പ്രവർത്തനത്തിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്രവർത്തനത്തിന് 25.81 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഡിജിറ്റൽ ആർട്സ് സ്കൂൾ കേരളയ്ക്കായി 2 കോടി രൂപയും ഡിജിറ്റൽ മ്യൂസിയം കേരളയ്ക്ക് 3 കോടി രൂപയും വകയിരുത്തുന്നു. ഗ്രഫീൻ അറോറ. സർ, ഗ്രഫീൻ സാങ്കേതികവിദ്യ ഉപഭോക്താക്കൾ വൻതോതിൽ സ്വീകരിക്കുന്നതിനും വാണിജ്യവൽക്കരിക്കുന്നതിനും ഉയർന്നു വന്ന ഗ്രഫീൻ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഇക്കോസിസ്റ്റത്തെ പരിപോഷിക്കുന്നതിനായി ഒരു സ്വയം പര്യാപ്തമായ സെക്ഷൻ 8 കമ്പനി രൂപീകരിക്കുക എന്നതാണ് ഗ്രഫീൻ അറോറയുടെ പ്രാഥമിക ലക്ഷ്യം. ഈ പദ്ധതിക്കായിട്ട് പ്രാഥമികമായിട്ട് 3.8 കോടി രൂപ വകയിരുത്തുന്നു. ഇന്ത്യ ഇന്നോവേഷൻ സെൻറ്റർ ഫോർ ഗ്രഫീനായി 4.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് 7.45 കോടി രൂപ. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന് 21 കോടി രൂപ, കൊച്ചി ഇൻഫോ പാർക്കിന് 21.6 കോടി രൂപ, കോഴിക്കോട് സൈബർ പാർക്കിന് 11.5 കോടി രൂപയും വകയിരുത്തുന്നു. സർ, പൊതുമേഖലാ സ്ഥാപനമായ KSITLൻ്റെ പ്രവർത്തനങ്ങൾക്ക് 24.71 കോടി രൂപ വകയിരുത്തുന്നു. സ്പേസ് പാർക്കിനായി 52.50 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കിന് 100 കോടി രൂപ വകയിരുത്തുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് 90.52 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 20 കോടി രൂപ കൊച്ചിയിലെ ടെക്നോളജി ഇന്നോവേഷൻ സോണിനും 70.52 കോടി രൂപ യുവജന സംരംഭകത്വ വികസന പരിപാടികൾക്കുമായിരിക്കും. ഗതാഗതവും വാർത്താവിനിമയവും.
സർ, ഗതാഗത മേഖലയിൽ വികസന പദ്ധതികൾക്കായി 2065.1 കോടി രൂപ വകയിരുത്തുന്നു. മേഖലയുടെ ആകെ ബജറ്റ് വിഹിതം മുൻവർഷത്തേക്കാൾ 88.97 കോടി രൂപ അധികമാണ്. റോഡുകൾക്കും പാലങ്ങൾക്കും 1157.43 കോടി രൂപയും റോഡ് ഗതാഗതത്തിന് 191 കോടി രൂപയും ഉൾനാടൻ ജലഗതാഗത മേഖലയ്ക്ക് 133.02 കോടി രൂപയും ഉണ്ട്. തുറമുഖങ്ങൾക്കും ലൈറ്റ് ഹൗസുകൾക്കും കപ്പൽ ഗതാഗതത്തിനുമായി മുൻവർഷത്തെ 73.272 കോടിയിൽ നിന്നും 93.72 കോടിയായി വർദ്ധിപ്പിക്കുന്നു. മാരിടൈം ബോർഡിന് തുറമുഖ വകുപ്പിനുമായി 82.7 കോടി രൂപ